കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ പ്രതികളെ അന്വേഷണ സംഘം ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ദുർമന്ത്രവാദിനി ഉദുമ സ്വദേശി ജിന്നുമ്മ ഉൾപ്പെടെ കേസിലെ 4 പ്രതികളുമായി പോലീസ് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും 596 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് സംഘം തട്ടിയെടുത്തത്. ബൈജു, ഈ വിഷയത്തിൽ ഇതുവരെ പോലീസിന് ലഭിച്ച കാര്യങ്ങൾ, ഈ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമുള്ള വിവരങ്ങളൊക്കെ എന്താണ്? പ്രധാനമായും 596 പവൻ സ്വർണമാണ് ഇവർ ഇത്തരത്തിൽ ഗഫൂർ ഹാജിയിൽ നിന്നും കൈക്കലാക്കിയിരുന്നത്. ദുർമന്ത്രവാദത്തിന്റെ പേരിൽ ഇത്തരത്തിൽ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് അത്തരത്തിൽ പല ബന്ധുക്കളുടേതായിട്ടുള്ള ഒരു സ്വർണമായിരുന്നു. അതിൽ 30 പവൻ സ്വർണം മാത്രമാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് കണ്ടെടുക്കാനായത്. അതിന്റെ തുടർച്ചയാണ് ഈ തെളിവെടുപ്പ് നടത്തുന്നത്. അതായത് കാസർഗോഡ് മറ്റൊരു ജ്വല്ലറിയിൽ നടത്തിയ ഇത്തരത്തിൽ ഇവരെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആ ജ്വല്ലറിയിലായിരുന്നു ഇതിൽ കുറച്ച് സ്വർണം കൂടി വിൽപ്പന നടത്തിയിരുന്നത്. പോലീസ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അന്വേഷിക്കുന്നത്, കൂടുതൽ പേർ ഈ സംഘത്തിന്റെ തട്ടിപ്പിൽ ഇരയായിട്ടുണ്ട്. അവരെ പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ 4 പേർ, അതായത് ജിന്നുമ്മ എന്ന ഈ ഷമീമ, അവരുടെ ഭർത്താവ്, അവരുടെ 2 സഹായികൾ, ഈ 4 പേരെ കൂടാതെ കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിൽ ഇന്ന് നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. 3 ദിവസത്തേക്കാണ് ഹോസ്ദുർഗ് ജുഡീഷ്യൽ കോടതി ഇവർക്ക് പോലീസിന് കസ്റ്റഡിയിൽ നൽകിയത്. ഈ 4 പേരെയും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ലഭിച്ചത്. ഏതായാലും ഇന്നലെ ആദ്യം ചെയ്തത് ഈ തെളിവെടുപ്പ് നടത്തുക എന്നതാണ്. കൂടുതൽ ഈ 596 സ്വർണം അത് കണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ ഉണ്ടായത്. അങ്ങനെ ഇന്ന് വിശദമായി ഇവരെ ചോദ്യം ചെയ്യുന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അത് ആരാണെന്നത് കണ്ടെത്തണം. ഏതായാലും ഈ പണം തിരിച്ചു ചോദിച്ചതിന്റെ ആ കാരണം കൊണ്ടാണ് ഈ ഗഫൂർ ഹാജിയെ ഭിത്തിയിൽ തലയിടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 1.5 വർഷത്തിന് ശേഷം ആണ് ഈ പ്രതികൾ അറസ്റ്റിലാവുന്നതെന്നും ഇതിൽ പ്രത്യേകതയുണ്ട്. ഇതിനിടയിൽ നിരവധി പേരിൽ നിന്നാണ് ഇവർ ഇത്തരത്തിൽ സ്വർണം ഇരട്ടിപ്പിക്കാം, നിധി കണ്ടെത്തി കൊടുക്കാം, മാന്ത്രിക ഏലസ് കെട്ടിക്കൊടുക്കൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി വലിയ തോതിൽ പണം സമ്പാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ ആഡംബര വീടൊക്കെ ഉണ്ടാക്കി ജിന്നുമ്മ ഉൾപ്പെടെയുള്ള സംഘം അത്തരത്തിലായിരുന്നു അവരുടെ ജീവിത രീതിയൊക്കെ. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. ഇവരുടെ അക്കൗണ്ടിലൊക്കെ വലിയ തോതിൽ പണം വന്നു എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ സഹായികളുടെയൊക്കെ വാഹന വായ്പയൊക്കെ ഒറ്റയടിക്ക് അടച്ചു തീർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ സമ്പാദ്യം ഇവർ ഉണ്ടാക്കിയിരുന്നു. മാന്ത്രിക ഏലസ് 50,000 രൂപ വരെ ഈടാക്കിയായിരുന്നു ഇവർ ഇത്തരത്തിൽ മാന്ത്രിക ഏലസ് ഒക്കെ വിൽപ്പന നടത്തിയത്. കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലും ഈ സംഘം ഇത്തരത്തിൽ നിരവധി പേരെ തട്ടിപ്പ് നടത്തിയതായാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിലെല്ലാം വിശദമായ ഒരു ചോദ്യം ചെയ്യലുണ്ടാകും. 10 ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ 3 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ ഇവർക്ക് പോലീസിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് നിർണായകമാണ്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യും. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. അതിനുശേഷം മറ്റ് ആരൊക്കെ ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി എന്നതൊക്കെ വിവരങ്ങൾ അറിയാം. ഏതായാലും അതിസമ്പന്നന്മാരെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അവരോടൊപ്പം കൂടി ഈ ദുർമന്ത്രവാദത്തിന്റെ പേരിലും ഈ സ്വർണം ഇരട്ടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞും വിശ്വസിപ്പിച്ചും വലിയ തോതിൽ പണം തട്ടുന്ന ഒരു രീതിയായിരുന്നു ഇവരുടേത്. എന്തായാലും ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും പണം തട്ടിയെടുത്ത 596 പവൻ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിൽ 30 പവൻ മാത്രമാണ് ഇപ്പോൾ പോലീസിന് വീണ്ടെടുക്കാനായത്. എന്നാലും കൂടുതൽ ജ്വല്ലറികളിൽ എത്തിച്ച്, ഇവർ വിൽപ്പന നടത്തിയ ജ്വല്ലറികളിൽ എത്തിച്ചിട്ട് തെളിവെടുപ്പൊക്കെ കൂടുതൽ ഇന്നും ഉണ്ടാകും. ഏതായാലും നാളെ ഒരു ദിവസം കൂടി ഇത്തരത്തിൽ തെളിവെടുപ്പ് ഉണ്ടാകും. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നതാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘം തേടുന്നത്. അശ്വതി. ശരി, KV ബൈജു ആണ് വിശദ വിവരങ്ങൾ നൽകിയത്.